അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തഫ്ഹീമു തിലാവ പാഠബുക്കിൽ നിന്നുള്ള ഖിറാഅത്ത് പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് കൊല്ലപ്പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനവും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. തഫ്ഹീമു തിലാവയിലെ ഖിറാഅത്താണ്, വായനാ പരീക്ഷയാണ് നോക്കുന്നത്. ഇത് വായിപ്പിക്കലാണ്, അല്ലാതെ ഇത് എഴുതലൊന്നും ഉണ്ടാവില്ല. എഴുതലുണ്ട്, പക്ഷേ ഈ പേപ്പറിൻ്റെ മറുപുറമായിരിക്കും എഴുത്ത് പരീക്ഷ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യ പ്രവർത്തനം നോക്കാം. 1-ാമത്തെ പ്രവർത്തനം ഇതാണ്: പദങ്ങൾ വായിച്ചു യോജിച്ച ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം. ഇതിൽ നിങ്ങൾ ആദ്യത്തെ ഒരു പദം വായിക്കുക. എന്താ വായിക്കേണ്ടത്? ഫഅ്സുൻ. ഫഅ്സുൻ. ഈ ചിത്രത്തിൽ എവിടെയാണ് ഫഅ്സുൻ എന്നുള്ളത്? അത് നിങ്ങൾ തൊട്ട് കാണിക്കേണ്ടി വരും. ഇത് വായിച്ചിട്ട് ആ ചിത്രം തൊട്ട് കാണിക്കുക. എവിടെ ഫഅ്സുൻ? ഇതാണ് കോടാലി. 2, സബീബുൻ. സബീബുൻ. എന്താണ് സബീബുൻ എന്ന് പറഞ്ഞാൽ? അതെ, ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിക്കാണ് സബീബ് എന്ന് പറയുക. അത് തൊട്ട് കാണിക്കണം. ഉസ്താദിനെ നിങ്ങൾ തൊട്ട് കാണിച്ചു കൊടുക്കുക ആ ചിത്രം. ഇതാണ് ഉണക്കമുന്തിരി. അപ്പോൾ ഇതിനൊക്കെ 3 മാർക്ക് ലഭിക്കും. അടുത്തത് 3 മാർക്കിൻ്റെയാണ്. സ്വഹ്നുൻ. വായിക്കേണ്ടത് സ്വഹ്നുൻ. ഇതിലെവിടെയാണ് സ്വഹ്നുൻ? ഒന്ന് തൊട്ട് കാണിക്കാം. ഇതാണോ? അല്ല. ഇതാണോ? അതെ. സ്വഹ്നുൻ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്. അതിന് 3 മാർക്ക് ലഭിക്കും കേട്ടോ, ശരി ഉത്തരം പറഞ്ഞാൽ. ഇനി 4-ാമത്തത് ഗിർബാലുൻ. ഗിർബാലുൻ. ഇതിലെവിടെയാണ് ഗിർബാലുള്ളത്? ഇതാണോ ഗിർബാൽ എന്ന് പറഞ്ഞത്? അല്ല. ഈ കാണുന്നതാണ് ഗിർബാലുൻ. ഇനി 2-ാമത്തെ പ്രവർത്തനം വിരൽ വെച്ച് വായിക്കാം. ഇവിടെ കാണുന്ന ഈ 4 ബോർഡുകളിലും എഴുതിയിട്ടുള്ള അറബി പദങ്ങൾ വായിക്കാം. 1, ദുൻതിഖാം. എന്താണ്? ദുൻതിഖാം. ഇവിടെ ദു ഇന്തിഖാം എന്ന് വായിക്കൂല കേട്ടോ. മക്കളെ കൊണ്ട് വായിച്ച് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവരോട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ദു ഇന്തിഖാം എന്ന് വായിക്കൂല, ദുൻതിഖാം. അതിന് 5 മാർക്ക് ലഭിക്കും. 2-ാമത്തതോ ഉലുൽ അൽബാബ്. എങ്ങനെയാണ്? ഉലുൽ അൽബാബ്. ഇതിന് 7 മാർക്ക് ഉണ്ടാവും. 3-ാമത്തത് ദിൽ ഔതാദ്. ദിൽ ഔതാദ്. ഇവിടെ ഒരിക്കലും ദി അൽ ഔതാദ് എന്ന് വായിക്കരുത്. മക്കളെ കൊണ്ട് ഇത് വായിപ്പിക്കണം. ദിൽ ഔതാദ്. ഇതിന് 6 മാർക്കാണ്. 4-ാമത്തത് ഫില്ലാഹി. ഫില്ലാഹി. ഇവിടെ നീട്ടാനും പാടില്ല. ഫില്ലാഹി എന്ന് വായിക്കരുത്. ഫില്ലാഹി. ഇവിടെ ഒന്നും നീട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും നീട്ടാത്തത്. അപ്പോൾ ഇതിന് 3 മാർക്ക് ലഭിച്ചു. ഇനി അവസാന പ്രവർത്തനം കൂജയിൽ എഴുതിയത് വായിക്കാം എന്നുള്ളതാണ്. ഇവിടെ കുറേ കൂജകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എഴുതിയ പദങ്ങളൊന്ന് വായിച്ചു കൊടുക്കുക ഉസ്താദിന്. 1-ാമത്തെ കൂജയുടെ മുകളിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? മക്കാനുൻ. മക്കാനുൻ.
അതിന് 3 മാർക്ക് ലഭിക്കും വായിച്ചു കൊടുത്താൽ. രണ്ടാമത്തത് സൂമുൻ. സൂമുൻ, അവിടെ സൂമുൻ എന്ന് വായിക്കരുത്, സീനല്ല മറിച്ച് ത ആണ്. സൂമുൻ, അതിന് 2 മാർക്ക് ലഭിക്കും. മൂന്നാമത്തെ കൂജയിൽ എഴുതിയത് ദാലിക, ഇവിടെ നീട്ടാനുണ്ട്, ഒരിക്കലും ദലിക്ക എന്ന് വായിക്കരുത്, ദാലിക. അത് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ നീട്ടാണ് ചെയ്യേണ്ടത്. ദാലിക, അതിന് 3 മാർക്ക് ലഭിക്കും. ഇനി അടുത്ത കൂജയിലോ എഴുതിയത് ഗലീളൻ. ഗലീളൻ, അതിനെത്ര മാർക്കാണ്? 3 മാർക്കാണ്. ഇനി അടുത്ത കൂജ, അതിലെഴുതിയ വാക്ക് ഖത്തുൻ. ശബ്ദമുണ്ട് രണ്ടാമത്തെ അക്ഷരത്തിന്, ഖത്തുൻ. അപ്പോൾ ശക്തിയിൽ പറയണം. അതുപോലെ ത അല്ല തോ ആണ്. തൊയ്യാറത്തു എന്നുള്ള പാഠത്തിലൊക്കെ പഠിച്ചില്ലേ. ഖത്തുൻ, അതിന് 2 മാർക്ക്. അവസാന കൂജയിൽ എഴുതിയത് ളില്ലത്തുൻ. ളില്ലത്തുൻ, അതിന് 3 മാർക്ക്. ഇതുപോലുള്ള വായനാ പരീക്ഷയായിരിക്കും വാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ വാക്ക് തന്നെ വരണം എന്നില്ല, വേറെ പല വാക്കുകളും വരാം. എങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുക്കുക, കാരണം കുറച്ച് ടഫ് ഏറിയ വാക്കുകളൊക്കെയാണ് ഇതുള്ളത് ഇതിലൊക്കെ. അപ്പോൾ ഒന്ന് വായിച്ച് പഠിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.